ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് GK. ക്രിസ്മസ് ഒക്കെ വരികയല്ലേ. നിങ്ങളെല്ലാവരും ക്രിസ്മസ് ഫ്രണ്ടൊക്കെ ഇട്ട് കാണുമെന്നറിയാം. എല്ലാവരും ഒന്നുകിൽ സ്കൂളിലോ അല്ലെങ്കിൽ വീട്ടിലോ അങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ ഒക്കെ ആയിട്ട് എല്ലാവരും തന്നെ ക്രിസ്മസ് ഫ്രണ്ടൊക്കെ ഇടുകയും സമ്മാനങ്ങൾ കൈമാറുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് വലിയ ചിലവൊന്നും ഇല്ലാതെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഇതുപോലെ ഒരു മനോഹരമായ പോപ്പപ്പ് കാർഡ് ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഗ്രീൻ കളർ A4 ഷീറ്റും ഗ്രീൻ ആൻഡ് റെഡ് ചാർട്ട് പേപ്പറുമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഗ്രീൻ കളർ ചാർട്ട് പേപ്പർ 16x23 അളവിൽ ഒന്ന് മുറിച്ചെടുക്കണം. അത് ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നടുകെ തന്നെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. നമ്മുടെ കാർഡിൻ്റെ ഷേപ്പിൽ ഒന്ന് മടക്കി കൊടുത്തിരിക്കുന്നു. ഗ്രീൻ കളർ ചാർട്ട് പേപ്പറിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ 15x22 സെൻറ്റിമീറ്റർ അളവിൽ റെഡ് കളർ ചാർട്ട് പേപ്പർ മുറിച്ചെടുക്കും. അപ്പോൾ ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. 1 സെൻറ്റിമീറ്റർ കുറച്ചാണ് നമ്മൾ റെഡ് കളർ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഗ്രീൻ കളർ ഒരു ബോർഡർ പോലെ തോന്നിക്കും. എന്നിട്ട് അതും ഇതുപോലെ നടുവേ മടക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഗ്രീൻ കളർ കാർഡിൻ്റെ നടുവിലേക്ക് റെഡ് കളർ കാർഡ് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കാർഡിൻ്റെ ഉൾഭാഗം കാണുമ്പോൾ റെഡ് കളറിൽ ഗ്രീൻ കളർ ബോർഡർ ലൈൻ വരച്ചതുപോലെ നല്ല ഭംഗിയായിട്ടുണ്ടാകും. ഇനി നമുക്ക് വേണ്ടത് ഒരു ഗ്രീൻ കളർ A4 ഷീറ്റാണ്. ആദ്യം തന്നെ നമ്മുടെ A4 ഷീറ്റ് നടുവേ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഒരു ഭാഗത്തു നിന്നും നടുവിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഒന്ന് മടക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ചെറുതായിട്ട് മടക്കി കൊടുക്കുക. ആ നടുഭാഗം എത്തിയതിന് ശേഷം നേരെ തിരിച്ച് ഇപ്പുറത്തെ സൈഡിൽ നിന്നും അതുപോലെ തന്നെ ഉള്ളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മടക്കി കൊടുക്കുക. ഇനി നമ്മൾ മടക്കിയത് ഒന്ന് നിവർത്തിയതിന് ശേഷം ഒന്നുകൂടി ചെറുതായിട്ട് തിരിച്ചും മറിച്ചും ഇതേപോലെ തന്നെ ഒന്നുകൂടി മടക്കി കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ആദ്യം തന്നെ ഇതുപോലെ തന്നെ അങ്ങ് മടക്കി കൊടുത്താൽ പോരായിരുന്നോ എന്ന്. അപ്പോൾ നമുക്ക് മടക്കാൻ വേണ്ടി എളുപ്പത്തിനാണ് ആദ്യം നമ്മൾ കുറച്ച് വലുതായിട്ട് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒന്ന് മടക്കി കൊടുത്തത്. ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇതുപോലെ ചെറുതായിട്ട് മടക്കാൻ സാധിക്കും. പേപ്പർ മുഴുവനായി മടക്കിയതിന് ശേഷം നമുക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ ഈ ഒരു അളവിൽ ഈ ഒരു 1 ഫിംഗർ ലെങ്തിൽ നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ആദ്യത്തേത് മാത്രമാണ് നമ്മൾ ഈ ലെങ്തിൽ കട്ട് ചെയ്യുന്നത്. അടുത്ത പീസ് നമ്മൾ ഇതിനേക്കാളും ഒരല്പം ചെറുതായിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഒരല്പം ചെറുതായിട്ട് അടുത്ത പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കും. അങ്ങനെ ഓരോ പീസും നമ്മൾ ആദ്യം കട്ട് ചെയ്തതിനേക്കാളും 1 ഇഞ്ച് ചെറുതായിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് നമ്മൾ അടുത്തത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ A4 ഷീറ്റ് മടക്കി നമ്മളെടുത്തത് മുഴുവനായിട്ടും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറേ അധികം പീസസ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടാകും. ഇനി ഇതിൻ്റെ ഏറ്റവും ചെറിയ പീസ് എടുത്തിട്ട് ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതൊന്ന് ശ്രദ്ധിക്കുക. അത് നമ്മൾ നേരെ കട്ട് ചെയ്യുകയല്ല, അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മളിങ്ങനെ ട്രീയുടെ ഏറ്റവും ഫസ്റ്റ് വയ്ക്കുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൈഡിൽ നമ്മളിതിങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഓരോ പീസസായിട്ട് നമ്മുടെ കാർഡിൻ്റെ ഉൾഭാഗത്തായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. നമ്മളിത് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത് ഒരു ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിലാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും മുകളിൽ ഒട്ടിക്കാനായിട്ട് ഈ ചെറിയ പീസ് നമ്മളിങ്ങനെ കട്ട് ചെയ്തത്. നമുക്ക് ഇത് ഇനിയെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യത്തെ പീസ് മാത്രമേ നമുക്കിതുപോലെ ട്രയാങ്കിൾ ഷേപ്പ് കിട്ടുന്നത് പോലെ മുറിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് അതുപോലെ തന്നെ ഒട്ടിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് മടക്കിൽ മാത്രം ഗം തേച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ബാക്കിയുള്ളത് നമുക്കിങ്ങനെ വിടർന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. ഇപ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ അപ്പുറത്തെ സൈഡിലേക്കും ഒട്ടിച്ചു കൊടുക്കാം. പക്ഷേ ഞാനിങ്ങനെ താഴേക്ക് 1 സൈഡ് മാത്രം ഒട്ടിച്ച് പോവുകയാണ്. ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് നമ്മൾ താഴേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ പീസസും ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ ഇപ്പുറത്തെ സൈഡ് കൂടി നമ്മുടെ കാർഡിലേക്ക് ചേർത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഓർക്കുക, അതിൻ്റെ ലാസ്റ്റ് മടക്കിൽ മാത്രമാണ് നമ്മൾ ഗം തേച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഒന്നിച്ച് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ശ്രമിച്ച് നോക്കിയത്. പക്ഷേ ഒന്നിച്ചൊട്ടിക്കുമ്പോഴേക്കും എല്ലാ പീസസും കൂടെ ഒട്ടിപ്പോകുന്നത് പോലെ തോന്നിയതുകൊണ്ട് ഓരോരോ പീസസിൽ മാത്രമായിട്ട് ഗം തേച്ചിട്ട് ഞാനിത് ഇപ്പുറത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്.
ഇതുപോലെ ഓരോരോ പീസസായിട്ട് നമ്മൾ നേരെ നടുവിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്കും കൂടി ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതെല്ലാം താഴേക്ക് ഒട്ടിച്ചു കൊടുത്ത് വരുമ്പോഴേക്കും നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഷേപ്പായി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നല്ല മനോഹരമായ ഒരു കാർഡ് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി നമ്മൾ ഗ്ലിറ്റർ പേപ്പർ സ്റ്റാറിൻ്റെ രൂപത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. കുറച്ച് വലിയൊരു സ്റ്റാർ നമ്മൾ കട്ട് ചെയ്തെടുത്തത് ട്രീയുടെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നു. പിന്നെ കുറച്ച് ചെറിയ സ്റ്റാർസ് കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കാർഡിൻ്റെ പല ഭാഗത്തായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ട്രീ കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട്. ശരിക്കും പച്ചയും ചുവപ്പും എല്ലാം കൂടി ചേർന്ന് ക്രിസ്മസിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് പേജ് കൂടി ഒന്ന് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റാർ ഏറ്റവും മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾക്ക് ഇതിന് താഴെയായിട്ട് വിഷസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മെറി ക്രിസ്മസ് എന്ന് ഒരു വൈറ്റ് പേപ്പറിൽ റെഡ് കളർ വെച്ചിട്ടാണ് എഴുതി കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നമ്മുടെ കാർഡിൻ്റെ ഫ്രണ്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ വളരെ മനോഹരമായ നമ്മുടെ പോപ്പപ്പ് കാർഡ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ പോപ്പപ്പ് കാർഡ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ ക്രിസ്മസ് ഫ്രണ്ടിന് സമ്മാനമായി കൊടുത്തു നോക്കുക. അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റായി അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഇതുപോലെയുള്ള പുതിയ വീഡിയോകളുമായി ഞാൻ വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ആ ബെൽ ബട്ടൺ അമർത്തുകയും ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരിയധികം നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു അടിപൊളി ക്രിസ്മസ് ദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.